ഇതുണ്ട് പാ. നമ്മൾ കര വിട്ട് മീൻ പിടിക്കുവാണേ. അണ്ണാ ഇങ്ങോട്ട് കാണിച്ചെണ്ണ, അങ്ങോട്ട് അടിച്ച് ഇങ്ങോട്ട് താഴെ പോവല്ലേ. കണ്ടോ മീൻ കൂടി നിൽക്കുന്നുണ്ട്. നമ്മുടെ കലത്തിനകത്താണ് മീൻ കൂടി നിൽക്കുക. ഇപ്പം നമ്മൾ പൊക്കാൻ പോയി ഇട്ടിട്ട് 2-3 മിനിറ്റേ ആയുള്ളൂ. പൊക്കിയേക്കാന്ന് വെച്ചാൽ ഒത്തിരി മീനായാലും വേണ്ടല്ലോ. പൊക്കുക അറിയാമല്ലോ. ആ ഉണ്ട്, മീനുണ്ട്. കണ്ടോ നിറച്ച് മീനായി കേട്ടോ, കലം നിറച്ച് മീൻ. എവിടെ ഇടണം? ചാടുമില്ലണം, തുറന്ന ചാടൂല്ലേ? ചാടും. ഒത്തിരി മീനുണ്ട് കേട്ടോ, ഒരുപാട് മീനുണ്ട്. കലം നിറച്ച് മീൻ നമ്മളിപ്പോൾ എടുക്കുന്നില്ല, കാരണം ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ചാട് കയറുന്നു. മീനെ പിടിച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 2 മണിക്കൂറോളമായി. അന്നേരം തുറന്ന് വെക്കാൻ നമുക്ക് പിന്നെ എല്ലാം ചാടിപ്പോവും നമ്മൾ തുറന്നു കഴിയുമ്പോഴേ. അതുകൊണ്ട് അതിനെ മൂടി വെച്ചു. അന്നേരം അതിൻ്റെ തന്നെ ഇരുന്നെല്ലാം ചത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അതൊക്കെ അഴിച്ച് നമുക്ക് വാഷ് ബേസിനോട്ട് ഇടാം. ഈ വീഡിയോ കാണുമ്പം കുറച്ച് ആൾക്കാർ പറയും, അയ്യേ ഞങ്ങൾ ഈ കൈപ്പേനയൊന്നും കൂട്ടത്തില്ല എന്നൊക്കെ പറയും. പക്ഷേ ഇത് നന്നായിട്ട് വറുത്ത് എടുത്താൽ നല്ല രുചിയാണ്. പിന്നെ തേങ്ങ അരച്ച് കറി വെച്ചാലും നല്ല രുചിയാണ് കേട്ടോ. നമ്മളതിന് ബ്രെഡ് ഇട്ടാണ് നമ്മൾ പിടിച്ചത്. നല്ല ബ്രെഡ് നമ്മൾ സൈഡിലോട്ട് അങ്ങ് മാറ്റി വെച്ച്. നല്ല മുഴുത്ത മീനെ നമുക്ക് അത്യാവശ്യം നല്ല മുഴുത്ത പരല കേട്ടോ, കുറുവ. അവിടെ ചെറുതൊത്തിരി നിൽപ്പുണ്ട്, ചെറുതൊന്നും പക്ഷേ അധികം നമുക്ക് കയറിയിട്ടില്ല. എല്ലാം നല്ല വലിപ്പമുള്ള കുറുവ തന്നെ കയറിയേക്കുന്നത്. പക്ഷേ ഇത്ര കറക്റ്റായിട്ട് കാണിച്ചാലും കുറച്ച് ആൾക്കാർ നെഗറ്റീവ് പറയാൻ കാണും. നമ്മൾ പിടിച്ച് നേരത്തെ വലയ്ക്കകത്ത് പിടിച്ച് കലത്തിനകത്ത് ഇട്ടാന്നൊക്കെ പറയുന്ന ആൾക്കാർ വരെ ഉണ്ട്. കണ്ടോ ഏകദേശം 2 കിലോ അടുത്ത് മീനുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്.